വിബ്ജിയോർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഹലോ റേഡിയോ ഇന്ന് തൃശ്ശൂരിൽ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഞങ്ങളിവിടെ ഭയങ്കര കംഫർട്ടായിട്ട് സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിലാണ്. തൃശ്ശൂരിന്റെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന് വളരെ വലിയൊരു ആതിഥേയത്വം വഹിക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്. കാരണം എലൈറ്റ് ഇന്റർനാഷണലിലെ ഈ ഹോട്ടലിൽ ഒരുപാട് ഡോക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. 10,000-ലധികം ഡോക്ടർമാരുടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ല. കാരണം ഡോക്ടർമാരൊക്കെ ഡാൻസ് ചെയ്യോ, മോഹിനിയാട്ടം കളിക്കുന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊരു ഗംഭീര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിലുള്ളതാണ്. 117 ബ്രാഞ്ചുകളിൽ നിന്ന് 13,000-ഓളം ഡോക്ടേഴ്സിന്റെ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മത്സരം ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഈ തൃശ്ശൂരിൽ സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ വേണം. ഇത്രയും വലിയൊരു കലോത്സവത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ബിജോൺ ജോൺസൺ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹലോ റേഡിയോയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. എങ്ങനെ ഇത്ര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റണേ? ഒരു 10 മിനിറ്റ് ഞങ്ങള് ചോദിച്ച് പിടിച്ചിരുത്തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു സംഘാടക കാര്യങ്ങളിൽ നമുക്ക് ഒത്തൊരു ടീമുണ്ട്. പ്രധാനമായിട്ടും ഇതിന് ഫണ്ടാണല്ലോ അത് നമുക്ക് നല്ലൊരു സ്പോൺസറെ കിട്ടി. വർമ്മ ഹോംസ് എന്നുള്ള രീതിയിൽ പിന്നെ ഒത്തിരി മറ്റു ആൾക്കാരും സഹായിക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ വേദി നമുക്ക് സ്ഥിരം പരിചയമുള്ള വേദിയാണ് എലൈറ്റ് ഹോട്ടല്. അതുകൂടാതെ തന്നെ ജഡ്ജസിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള കലാകാരന്മാർക്ക് തന്നെ ഒരുപാട് പേരെ പരിചയമുണ്ട്. ഇതിൽ പ്രൊഫഷണലായിട്ട് ജഡ്ജസായിട്ട് പോകുന്നവരും പെർഫോമിംഗ് ആർട്ടിസ്റ്റിനൊക്കെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അവരെ ലഭിക്കാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ പാർട്ടിസിപ്പൻസ് അത് ഓരോ ജില്ലയിൽ നിന്നും അവർ കോമ്പറ്റീഷൻ വൈസ് ആയതുകൊണ്ട് അതിനും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാലാവസ്ഥയും ഇന്ന് അനുകൂലമായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ പലരും ഇങ്ങനെ പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത് ഇത് മുഴുവൻ വിട്ടുപോലാണ് പതിവ്. പ്രത്യേകിച്ച് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ്. ഇപ്പൊ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാരുടെ ഹൃദയത്തിനുള്ളിലെ കലാരൂപങ്ങളാണ് ഇന്ന് നമ്മളൊരു മത്സര രൂപത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു സ്ട്രെസ് റിലീസ് തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് IMA അതിന് നേതൃത്വം കൊടുത്ത് ഡോക്ടേഴ്സിന് ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു വലിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ നിന്ന് അവരുടെ ടെൻഷൻ അകറ്റാനും ഒപ്പം അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും തുടർന്നുള്ള ഈ പുതിയ ന്യൂ കമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ പുതിയ ആളുകൾ കൊടുക്കുന്നത്? അവരതിനോട് എങ്ങനെ ഒരു അപ്രോച്ച് അവർ കൊടുക്കുന്നത്? പൊതുജനത്തിനൊരു ചെറിയ ധാരണയുണ്ട് സമൂഹത്തിലെ പഠിപ്പിസ്റ്റുകളാണ് MBBS കയറണത്. അത് നമ്മൾ ഈ ഹോസ്പിറ്റലുകളിലെ റീൽസുകൾ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു ഡൗട്ടാണ്. അതെ. പക്ഷേ MBBS കിട്ടിയിട്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കയറിയാൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ പലരുടെയും ചോദ്യം, പ്രത്യേകിച്ച് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പരിചയപ്പെടുമ്പോൾ തന്നെ 2 മാസം കഴിയുമ്പോൾ ആർട്സ് ഫെസ്റ്റിവൽ വരണ്ട കേട്ടോ, ഞങ്ങളുടെ ടീം ഇറക്കണം, ഇന്ന ഇവൻറ്റ്സാണ് ഇത് മാത്രമല്ല, ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരുവിധം എല്ലാ കലാരൂപങ്ങളും ഉള്ള ആധുനിക കലാരൂപങ്ങളും എന്താ പറയുക പ്രാചീന കാലത്തെ കലാരൂപങ്ങളും അടക്കമുള്ള കോമ്പറ്റീഷനും രാത്രി 9 മണി തൊട്ട് 11 മണി വരെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. പഠിത്തം പരീക്ഷയുടെ തലേദിവസങ്ങളിൽ മാത്രമാണ് പലരും നടത്തുന്നതെങ്കിലും. അപ്പോൾ അത് യുവതലമുറയും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇനിയൊരു സ്ട്രെസ്ഫുൾ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രോഗികളും നമ്മൾ പലരും ഡോക്ടർമാർ വളരെ ഭംഗിയായി ജീവിക്കണമെന്നൊക്കെ കണ്ടാലും ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് നമുക്ക് എപ്പോഴും ദുഃഖത്തിൻ്റെയും ഒരു അത് രോഗികൾക്ക് മാത്രമല്ല ഒരു ഫീലിംഗ്. നമുക്കൊരു രോഗി നമ്മൾ വിചാരിച്ച രീതിയിൽ ഭേദപ്പെട്ടു വന്നില്ലെങ്കിൽ രോഗിയെക്കാളും ദുഃഖം ഡോക്ടർക്കാണ്. ഒരു നമ്മുടെ രക്ഷിക്കാൻ പറ്റാത്തൊരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് വിഷമമാണ്. അത് കാലങ്ങൾ എല്ലാ ദിവസവും ഇതന്നെ കാണുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ, ഡോക്ടറിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കടകരമാണ്. അപ്പം അതിനൊക്കെ ഒരു റിലാക്സേഷൻ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഇതിൻ്റെ ആർട്സ് ഫെസ്റ്റിവലും ഒരു എന്താ പറയുക ആർട്സ് കോളേജിൽ നടക്കുന്ന അതേ വാശിയോടും വീറോടും കൂടിയിട്ട് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മെഡിക്കൽ കരിക്കുലത്തിൽ അതിന് സമയം കണ്ടെത്തി അതിനു വേണ്ടി നമ്മൾ യത്നിക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പലരും ഇപ്പോൾ ന്യൂജൻ ആൾക്കാർ റീൽസിനും ഷോർട്സിനും ഒക്കെ സമയം കാണുന്നു. അതൊക്കെ പലരും ക്രിട്ടിസൈസ് ചെയ്യും, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഹോസ്പിറ്റൽ വാർഡിൽ റീൽസ് എടുക്കാൻ പാടുണ്ടോ. ഇതൊക്കെ നമ്മൾ അവിടെയാണ് ജീവിക്കുന്നത്, വാർഡിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ
കോഴ്സ് കഴിഞ്ഞ് ഹൗസ് എൻസി ആയാലും അല്ലെങ്കിൽ PG പഠന കാലത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങണതും കിടക്കണതും ഒക്കെ വാർഡിലൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ടൊരു ചെറിയ ഡാൻസ് സ്റ്റെപ്പ് റാസ്പുട്ടിനോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ തന്നെയും അത് ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ റിലാക്സേഷൻ ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ജനങ്ങൾ അതിനൊരു പോസിറ്റീവ് ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് യുവതലമുറ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്കുള്ള വേദി ഒരു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു അസോസിയേഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അത് നമ്മൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ നിങ്ങൾ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണല്ലോ ഇത്. അപ്പോൾ അതിനുവേണ്ടി കൈമയും മറന്ന് രാവും പകലുമായിട്ട് നിങ്ങൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് തന്നെയാണ് പ്രസിഡന്റിനേക്കാൾ ഓടി നടക്കേണ്ട ചുമതല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ പ്രസിഡന്റിനോട് പറയുമ്പോഴും സെക്രട്ടറിയാണ് അതിന്റെ ബാക്കി പേപ്പർ വർക്ക്സും ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിൽ എല്ലാം അങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ സാറിനെ സഹായിക്കാൻ? എത്ര പേര് ചുറ്റിനും ഉണ്ട്? എല്ലാ കൊല്ലമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു കൊല്ലത്തെ ഒരുക്കാണ് അതിന്. നമ്മൾ ഈ കൊല്ലം നമ്മൾ പുതിയ ഭാരവാഹികൾ വരുമ്പോൾ ഏത് യൂണിറ്റാണ് അടുത്ത കൊല്ലത്തെ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ അതിൻ്റെ വേദിയും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ തീരുമാനങ്ങൾ തുടങ്ങും. നമ്മളൊരു ഓർഗനൈസിങ് കമ്മിറ്റി ഉണ്ടാക്കും. അപ്പോൾ അത് ജഡ്ജസിനൊരു കമ്മിറ്റി, അക്കോമഡേഷനൊരു കമ്മിറ്റി, പിന്നെ റിസപ്ഷൻ, രജിസ്ട്രേഷൻ, പ്രൈസസ്, ഫുഡ്, അങ്ങനെയുള്ള ഓരോ കമ്മിറ്റി. അതിലൊരു ചെയർമാൻ, കൺവീനർ, 2 മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിൽ ആ റിലേറ്റഡ് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടവർ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ചിലർക്ക് ഹോട്ടലും സൈഡ് ബിസിനസ്സുകളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, ഈ കലവിധിയായിട്ട് ബന്ധമുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിലേക്ക് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വരണോണ്ട് നമുക്കത് നടന്നുണ്ടോ നടന്നിട്ടില്ല എന്ന് വിളിച്ച് ചോദിക്കേണ്ട ഒരു പണിയാണ് കൂടുതൽ ഇപ്പോൾ സെക്രട്ടറിക്ക് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ. അതിനേക്കാളും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രസിഡൻറ്റും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 3 മാസമായിട്ട് 4 മണി വൈകിട്ട് 4 മണി തൊട്ട് 11 മണിയുടെ ഇടയിൽ ഞങ്ങൾ തമ്മിലൊരു 35-40 തവണ വിളിക്കും. മനസ്സിലായി? അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും പണ്ടത്തെക്കാളും കുറച്ച് എളുപ്പമാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും ജഡ്ജസിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, അങ്ങനെ നമ്മളത് ഓർഗനൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തവണ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. എന്തായാലും ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശീതീകരിച്ച റൂമുകളിൽ ഇരിക്കുന്ന AC കാറുകളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണ് ആളുകൾക്ക് തോന്നുക. പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറ്റം പറയാനായിട്ടോ അല്ലെങ്കിൽ നന്നായി അല്ലെങ്കിൽ നമ്മൾ സുഖപ്പെട്ടാലോ ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോകുന്ന ആളുകളാണ് രോഗികൾ. അപ്പൊ ഇവരുടെ മനസ്സിന്റെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാവരും മനുഷ്യരാടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മനുഷ്യരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനും അതിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു റിലാക്സേഷൻ മൈൻഡ് കൊടുക്കാനും, അത് ഏത് മേഖലയിലും പോലീസുകാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ഒക്കെ സാധാരണ ജനത്തിന് ഇതൊക്കെ ഇവർ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ അത് അവർക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് IMAയ്ക്കൊപ്പം വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള കലാവേദികൾ ഒരുക്കാനും അവർക്ക് പ്രോത്സാഹിപ്പിക്കാനും പൊതുജനം ഉൾപ്പെടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടെ നിൽക്കാൻ സ്പോൺസേഴ്സ് ആയാലും അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം 2025 തൃശ്ശൂരിൽ അവർക്കൊരു നല്ല സ്പോൺസറെ ലഭിച്ചു. അതിനോടനുബന്ധിച്ച് ആ മത്സരങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വരും വർഷങ്ങളിലും ഈ വർഷത്തെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രത്യേകം അഭിനന്ദനം ഡോക്ടർ ബിജോൺ ജോൺസിന് ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി നൽകുന്നതിനോടൊപ്പം തന്നെ വരും വർഷങ്ങളിലും വളരെ ഭംഗിയായിട്ട് അവർക്കത് നടത്താൻ സാധിക്കട്ടെ എന്നുകൂടെ ആഗ്രഹിക്കുകയാണ്.